ഹലോ ഫ്രണ്ട്സ്, തെന്നാടൻ കോഴി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ കേട്ടോ. എല്ലാവർക്കും നാടൻ കോഴി വളർത്തുന്നവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു വീഡിയോ കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ കാണുക. കുറഞ്ഞ നേരമുള്ള ഒരു വീഡിയോ കേട്ടോ, എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എന്താണെന്നുള്ള കൃത്യം പറഞ്ഞത്, അതായത് നമ്മൾ ഏതൊക്കെ കോഴി പൂവന്മാരെ കൂടെ ക്രോസ് ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, അപ്പോൾ അതിന് ഏത് കോഴി നമ്മൾ യൂസ് ചെയ്യണം, ഏത് കളറുള്ള കോഴിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഇന്ന കളറുള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടോ. നമ്മൾ അങ്ങനെ വെറൈറ്റി പരിശീലനം നടത്തി പല കളറിലെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതായത് കൃത്യം പറഞ്ഞതല്ലേ, ഇത് 5 കുഞ്ഞുങ്ങളുടെ 5 വെറൈറ്റികളാണ്. ഒരു വെള്ള പോലത്തെ ഒന്നും പക്ഷേ വെള്ളമല്ല, ഇത് സിൽവർ ടൈപ്പ്, സിൽവറിൽ യെല്ലോ വരെ ലൈനേജും കീരിപ്പുള്ളി ഉണ്ട്, ചാര ഡാർക്ക് ഉണ്ട്, ബ്ലാക്ക് ചാറുണ്ട്. ബ്ലാക്ക് ചാറ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ബ്ലാക്ക് ചാറുണ്ട്, പിന്നെ ലൈറ്റ് ചാറുണ്ട്. അപ്പം അങ്ങനെ പല വെറൈറ്റി കോഴികളുണ്ട്. യെല്ലോ, റെഡ്, ഓറഞ്ച്, ഇതിലൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കോഴീനെ സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ കളർ കോഴീനെ ആദ്യം സെലക്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പെടക്കോഴി, നമുക്കിപ്പോൾ പ്രത്യേകം പറയുക ചാരക്കോഴീനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, മനസ്സിലായില്ലേ? ചാരക്കോഴീനെ ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ, അതായത് നമ്മുടെ കയ്യിലൊരു കോഴിക്ക് കുറച്ച് ചാറുണ്ട്. അതായത് അതേപോലെ തന്നെ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞതാണ്, ഈ നമ്മൾ ഏത് കോഴീനാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആ കോഴി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മെയിനായിട്ട് ആ കളറിലുള്ള കുറച്ചെങ്കിലും കളറിലുള്ള പൂവൻ വേണം കേട്ടോ. പൂവനിൽ നിന്ന് മാത്രമേ നമുക്ക് ക്രോസ് ചെയ്ത് ഈ കളറിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പെടകളിൽ നിന്ന് കുറവാണ് വരാൻ ചാൻസ്. എന്താ വെച്ചാൽ എൻ്റെ അടുത്തൊരു പെട ഉണ്ടായിരുന്നു, നമ്മൾ ഓറഞ്ച് പൂവനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുമ്പോൾ ചാര കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് വളരെ കുറവാണ്. ആ ഓറഞ്ചും ആയിട്ട് മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുന്നത് തോന്നി. നേരെ മറിച്ച് പൂവനാണ് ചാരെങ്കിൽ നമുക്കത്തെ പറ്റുക എത്ര ചാരനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ചാര നഷ്ടപ്പെട്ടു പോയി. നമുക്ക് എത്ര 10-15 വർഷം മുമ്പ് ഇഷ്ടം പോലെ ചാരകൾ നമ്മളെടുത്തുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഈ കോഴിക്കുഞ്ഞ് നമ്മളടുത്ത് നഷ്ടപ്പെട്ടു പോയി. ചാര നഷ്ടപ്പെട്ടു പോയി. ഒരു 2-3 തലമുറ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചാര എന്ന് പറയാനില്ല, ഒരൊറ്റ വാല്, അതായത് നമ്മളെ കയ്യിലുള്ള ഒരു പൂവനുണ്ടായിരുന്നു. ആ പൂവനകത്തുനിന്ന് ഒറ്റ വാല് മാത്രം ചാര കളറ്, വൈറ്റ് കളറ്, ബ്ലാക്ക് കളറ്, ഒരു ഡാർക്ക് ഓറഞ്ച് കളറ്, ഇതൊക്കെ കൂടി ആയിട്ടുള്ളൊരു കളർ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിനകത്തുനിന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പം ഉണ്ടാക്കിയെടുത്തും പറഞ്ഞിട്ട് മുമ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്ത കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആരും അങ്ങനെ കണ്ടിട്ടില്ല വീഡിയോ, എന്താണെന്ന് അറിയില്ല ആൾക്കാർക്ക് അതെന്താന്ന്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു വൈറ്റ് പെടയോ ബ്ലാക്ക് പെടയോ വേണം, മനസ്സിലായില്ലേ? ബ്ലാക്ക് പെടയാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ബ്ലാക്ക് പെടേനെ ഒഴിവാക്കുക ചെയ്യുക. അത് ഒരിക്കലും ചെയ്തിട്ട് വെറും മണ്ടത്തര. ഈ വെറൈറ്റി കളർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ബ്ലാക്ക് പെട നിർബന്ധമാണ്. അതെല്ലാം നാടൻ കോഴി വളർത്തുന്നവരും എന്താ പറയുക ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബ്ലാക്ക് പെട ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റിന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളപ്പെടയും വേണം. അപ്പം ഈ ചാരേനെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മൾ പറയും, നമ്മളെ പൂവൻ്റെ കയ്യിൽ ഈ ഒരൊറ്റ ഓറഞ്ച് ഇതുള്ളൂ, അപ്പോൾ നമ്മളതിൽ ബ്ലാക്ക് പെടയുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് ആ കോഴി എന്ത് ചെയ്ത് നമ്മൾ അവരെ സെപ്പറേറ്റ് ക്രോസ് ചെയ്ത്, അതായത് മറ്റ് പൂവന്മാർ അയച്ചു കൂടില്ല, ഈ പൂവനെ മാത്രം അയച്ചു കൂടും. അപ്പം ഈ ബ്ലാക്കായിട്ട് ക്രോസ് അടിക്കും. ബ്ലാക്കായിട്ട് ക്രോസ് അടിച്ചിട്ട് നമ്മളെന്താ പറയുക, അങ്ങനെ നമുക്ക് കോഴിക്കുഞ്ഞിനെ കിട്ടി. അതാണ് നമ്മളുടെ ഈ ചാരക്കുട്ടി. അപ്പം ആ ചാരക്കുഞ്ഞിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. അങ്ങനെയാണ് നമുക്ക് ചാര കിട്ടി. ഈ ബ്ലാക്ക് പെടയായതുകൊണ്ട് ഡാർക്ക് ചാരയാണ്, മനസ്സിലായില്ലേ? ഡാർക്ക് ചാര ഉണ്ടായി. അതായത് ഇങ്ങനെ ചാര ഉണ്ടാകുമ്പോൾ ബ്ലാക്ക് പെട ഉണ്ടാകുമ്പോൾ ഡാർക്ക് ചാര, ലൈറ്റ് ചാര, ഈ ഡാർക്കിൻ്റെ ലൈറ്റിൻ്റെ ഇടയിലൊരു എന്താ പറയുക ഒരു മിക്സഡ് ചാറുണ്ട്. ആ ചാരകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ചാരക്കോഴിനെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ വെള്ള കോഴിയാണെങ്കിൽ, വെള്ള കോഴി ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ചാരനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് മെച്ചം. ലൈറ്റ് നല്ല എന്താ പറയുക ഒരു വെള്ള പോലത്തെ ചാരല്ലേ, ആ ചാര കളറിലുള്ള കോഴിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ്. അപ്പോൾ നമ്മൾ ചാരക്കോഴികൾ ഉണ്ടാകുന്നതിനെ പറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇനി ലൈനേജ് കോഴി, അതായത് നമ്മുടെ കരിയിലെ കാട്ടുകോഴീൻ്റെ ഗ്രേ ജംഗിൾ ഫൗളിൻ്റെ മാതിരിയുള്ള കോഴികൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അങ്ങനെ ഒരു ഗ്രേ ജംഗിൾ ഫൗളിൻ്റെ മാതിരിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 7 കളർ പൂവൻ വേണം. 7 കളർ പൂവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഇവിടെ യെല്ലോ ഉള്ളത് വരും. അതുപോലെ തന്നെ കാര്യം പറഞ്ഞാൽ 7 കളർ 2 ടൈപ്പ് ഉണ്ട്. ഇവിടെ റെഡ് വരും കേട്ടോ, റെഡ് വരുന്നതും 7 കളർ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ യെല്ലോ വരുന്നതും 7 കളർ ഉണ്ട്. യെല്ലോ ഇപ്പോൾ കുറച്ച് വളരെ റെയറാണ്, റെഡാണ് തോനിയും വരുന്നത്. പിന്നെ റെഡ് പൂവൻ എന്ന് പറയുന്നത് കുറേ ആൾക്കുണ്ട്. റെഡ് പൂവൻ എന്ന് അതിനല്ല പറയാം. റെഡ് പൂവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേല് മൊത്തം റെഡ് ആയിരിക്കും, റെഡ് മാത്രം ഉണ്ടാവുക, ബ്ലാക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫ്ലെയിം കളറൊക്കെ അപ്പുറത്തും ഉണ്ടാവും. ഈ 7 കളറിന് 7 കളർ ഒത്ത് വന്നാൽ മതി. അതിപ്പോൾ അങ്ങോട്ടാവാം എങ്ങനെ വന്നാലും അത് 7 കളർ പൂവൻ എന്നാ പറയാം. പക്ഷേ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം, ഏത് നമ്മളെ കയ്യിൽ
ഫ്ലെയിം കളർ അതായത് യെല്ലോ കളറുള്ള 7 കളർ പൂവൻ തന്നെ പറയണം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ആ ഒരു ഓറഞ്ച് ഒരു ഫ്ലെയിം കളർ വരുള്ളൂ, റെഡ് അല്ലാത്ത കളർ വരുള്ളൂ. അപ്പോൾ ആ ഒരു പൂവനും ഒരു ബ്ലാക്ക് പടയും ഉണ്ടായാൽ മതി. ഒരു ബ്ലാക്ക് പടയും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കരിയില ടൈപ്പ് ഇതേ ടൈപ്പ് കാണുന്ന ടൈപ്പുള്ള കോഴികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സുഖമായിട്ട് പറ്റും, ഉറപ്പാണ്. പക്ഷേ 7 കളർ പൂവൻ വേണം. 7 കളർ പൂവനെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മറ്റൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നല്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പറയും ഞാനിപ്പോൾ ചാരപ്പൂവിൻ്റെ പെട്ടിട്ടാണ് ഇങ്ങനത്തെ കോഴിനുണ്ടായത്, അല്ലെ മറ്റൊരു കോഴിൻ്റെ പെരട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഉണ്ടാവും. അതെന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ ചാരപ്പൂവിൻ്റെ ഫാദറോ ആ ഫാദറിൻ്റെ മദറോ ഏതെങ്കിലുമൊക്കെ ഈ ലൈനേജ് കളറിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കളർ ആയതാട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കയ്യിൽ 14 വർഷം മുമ്പ് ചാരക്കോഴി ഉണ്ടായിരുന്നു. അതിന് ശേഷം അതൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ചാരക്കളറേ ഇവിടെ ഇല്ല. അതായത് ആ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ചാരക്കോഴികളൊക്കെ നഷ്ടപ്പെട്ട് കൊടുത്തൊക്കെ തീർന്നപ്പോൾ നഷ്ടപ്പെട്ട് പോയപ്പോൾ ബാക്കിയൊക്കെ ലൈനേജാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ചാരക്കളറിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിച്ച് നോക്കണം, ആ ലൈനേജിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അതാണ് ഇവരുടെ മാറ്റം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സുഖമായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കളറിൽ നമുക്ക് അതുപോലത്തെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ നന്നായി പറ്റും. അതായത് ലൈനേജുകളെ കൃത്യമായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ 7 കളറിൻ്റെ കൂടെ വൈറ്റ് ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഓറഞ്ച് പോലത്തെ കളറുള്ള പൂവന്മാരുണ്ടാക്കിയെടുക്കാൻ പറ്റും. വൈറ്റ് പെടക്കോഴി വേണം, അത് പ്യുവർ വൈറ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ 7 കളർ പറഞ്ഞ 7 കളറിലായിരിക്കണം. അതായത് ഇവിടെ റെഡ് ആയിക്കോട്ടെ, ഓറഞ്ച് കളർ, ഫ്ലെയിം കളർ, ഏത് കളർ ആയിക്കോട്ടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു പാറ്റേണിൽ പോകാൻ കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് പെടയും കൂടെ ചേരുമ്പോൾ എന്താണ് കളറാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ പറയുക, ലൈറ്റ്, അതായത് ഈ കരികില പോലത്തെ കളറില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല ലൈനേജ് ഡാർക്ക്, ഈ ഗ്രേ ജംഗിൾ ഫോമിൻ്റെ കളറ്, അതിൻ്റെ ലൈറ്റ് കളറിൽ വരുന്ന വേർഷൻ ഉണ്ട്. ലൈറ്റ് കളറിലേക്ക് വന്നിട്ട് ചെറുതായിട്ടൊക്കെ എന്താ പറയുക, മേലൊക്കെ ഒരു ബ്രൗൺ കളറായിരിക്കും, പക്ഷേ ഇവിടുന്ന് ഒരു യെല്ലോ പോലത്തെ ചെറിയ വരകളേക്കും വരിക. മനസ്സിലായില്ലേ? അതുണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാൽ നമ്മൾ 7 കളറിൻ്റെ കൂടെ ബ്ലാക്ക് പെടേനിടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമുക്ക് പറഞ്ഞ കരികില ടൈപ്പിൽ എടുക്കാൻ പറ്റും എന്നുള്ളത്. ആ കരികില പോലത്തെ കളറിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടെ ഇറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ബ്ലാക്ക് മിൽ. അതായത് നമ്മൾ പറഞ്ഞ ചർച്ച് ബ്ലാക്ക്, നല്ല ബ്ലാക്ക് മിൽ ഇവിടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഫ്ലെയിം കളർ ഇങ്ങനെ ഇറങ്ങി വരുന്ന കോഴികളുണ്ട്. ഐറ്റാളിൽ എടുക്കാൻ പറ്റും. അപ്പം ആ ഒരു കളർ, ആ യെല്ലോ കളർ ചേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചില കോഴികൾക്ക് വൈറ്റ് ഇറങ്ങി വരും. മനസ്സിലായില്ലേ? വൈറ്റ് കഴുത്തിൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി വരും. ആ വൈറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് പേടേനെ ഇടുമ്പോഴാട്ടോ. അതുപോലെ തന്നെ സിൽവർ കളറിലേക്ക് വരുന്നത്, സിൽവർ ടൈപ്പ് ബ്ലാക്കിലേക്കൊക്കെ ലൈനേജ് കളർ കയറി വരും. അതൊക്കെ നമുക്ക് വൈറ്റ് പേടേനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 7 കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സായി വരുമ്പോഴാണ് എന്താ പറയുക, ഡാർക്ക് കളറിലുള്ള പറഞ്ഞ മാതിരിയുള്ള ഒരുവിധം കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ സാധാരണ മെയിൻ സത്യം പറഞ്ഞാൽ വൈറ്റ് പേടേൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ലൈറ്റ് ചാരന ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ യെല്ലോ ഷെയ്ഡിൽ വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. ഇതിനാണ് മെയിനായിട്ട് പറ്റുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മഞ്ഞ കളറുള്ള പൂവൻ ഉണ്ടാക്കിയെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞ കളറുള്ള പൂവൻ ഉണ്ടാക്കിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി നമ്മളെ കയ്യിൽ ഫ്ലെയിം കളറും റെഡ് കളറും മാത്രമുള്ള ഒരു പൂവൻ ഉണ്ടായിരുന്നു. ആ പൂവനെ നമ്മൾ എന്താ പറയുക, ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഇതുപോലത്തെ ഇങ്ങനെ കഴുത്തിൽ കൂടെ യെല്ലോ ഷെയ്ഡ് വരുന്ന കോയിനെ ക്രോസ് ചെയ്യിച്ചപ്പം മൊത്തത്തിൽ യെല്ലോ കളറിലൊരു പെടക്കോയിനെ കിട്ടി. ബ്ലാക്കും യെല്ലോ കളറും കൂടെ ചേർന്ന കോയിനെ കിട്ടി. അതിനും ബ്ലാക്കുമിൽ യെല്ലോ ഷെയ്ഡുള്ള പൂവനുണ്ട്, വെറും ബ്ലാക്കുമിൽ യെല്ലോ ഷെയ്ഡ് മാത്രം വരുന്ന പൂവന്മാരുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചതാണ്. കരിയിലെ കോഴിയായിരുന്നു. അതിനെ ക്രോസ് ചെയ്യിച്ചപ്പോഴാണ് നമുക്ക് യെല്ലോ കൂടുതലുള്ളതും ബ്ലാക്ക് കുറച്ചായിട്ടുള്ള ഈ പൂവൻകുട്ടീനെ നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പല കളർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഏതെങ്കിലും കളർ പറയാത്ത കളർ ഉണ്ടെങ്കിൽ സംശയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കളർ എന്താ പറയുക, വെറൈറ്റി കളറിലേക്കുള്ള കോഴികളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.